ഒരു വ്യവസായം തുടങ്ങുന്നതിനാവശ്യമായ ജലം എത്തിക്കുന്നതിൽ എന്താണ് തെറ്റ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം അത് പറയാനുണ്ടായ സാഹചര്യം പാലക്കാട്ടെ നിർദ്ദിഷ്ട വിവാദ ബ്രൂവറി, അതുമായി ബന്ധപ്പെട്ട അഴിമതി, അതുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇക്കാര്യം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത്. പ്രതിപക്ഷം പറയുന്നു, ഇവർ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നിന്ന കമ്പനിയാണ്. അവരുടെ ഒരു ബാക്ക് ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ പഞ്ചാബിലെ ഫരീദ് കോട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെ ഒരു സ്ഥലത്ത് ഇവർക്ക് ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. അവിടെ രൂക്ഷമായ മലിനീകരണ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നാട്ടുകാരിറങ്ങി തല്ലിപ്പൊളിക്കാൻ പോയപ്പോൾ സർക്കാരിന് നിവൃത്തിയോട് കൊണ്ട് പൂട്ടിക്കെട്ടേണ്ട ഒരു സ്ഥാപനമായിരുന്നു. അവർക്ക് അവിടെ ഒന്നും നിൽക്കക്കള്ളി ഇല്ലാത്തൊരു സാഹചര്യം ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കേരളം പോലെ സേഫ് ആയിട്ടുള്ള ഒരു ലാവണം തേടി വന്നത്. ഈ ഒരു കേസ് കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനി സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകുന്നത് നമ്മുടെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ആ ഒരു സമയത്തിന് മുൻപ് തന്നെ കൊടുത്തതാണ്. പക്ഷേ അവരുടെ പ്രോസസ് അതിവേഗം ഫയൽ നീങ്ങും എന്ന് അവകാശപ്പെടുന്ന സംസ്ഥാന സർക്കാരിന്റെ ഗവേണിംഗ് സിസ്റ്റത്തിലൂടെ ഈ ഫയൽ അനങ്ങി തുടങ്ങിയത് പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ്. സ്വാഭാവികമായും ഡൽഹിയിൽ തിരഞ്ഞെടുപ്പിന് വേണ്ട ഫണ്ട് മുഴുവൻ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇതേ കമ്പനി ഒഴുക്കി എന്നുണ്ടെങ്കിൽ കേരളത്തിലെ പാലക്കാട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു മണ്ഡലത്തിലെ അത്യാവശ്യം തിരഞ്ഞെടുപ്പ് ചെലവൊക്കെ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒഴുക്കാൻ ഇവർക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ അഴിമതി എന്ന് പറയുന്ന ആ ഒരു സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനാകില്ല. നയം എന്ന് പറയുന്നത് നേരത്തെ തീരുമാനിച്ചതാണ്, അതുകൊണ്ട് മാത്രം നമ്മൾ ശുദ്ധരാണ് എന്ന് പറയുന്ന ആ ഒരു വാദത്തോടും യോജിക്കാനാവില്ല.